നിങ്ങൾ ഇങ്ങനെ വക്കത്ത് പിടിച്ചിട്ട് എത്ര വിഷയങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ തനിച്ച ശിർക്കായി മാറിയത്. സഹോദരങ്ങളെ, തിന്മയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള വഴികളെ തടഞ്ഞു വെക്കുക എന്നത് ഇസ്ലാമിലെ അടിത്തറയാണ്. സദ്ദു ദരിഅ. ഈ കാലഘട്ടത്തിൽ ബിദ്അത്തുകാർ പലപ്പോഴും പറയും അത് പാടില്ലെന്ന് പറയാൻ എന്താ തെളിവ്, ഇത് പാടില്ലെന്ന് പറയാൻ ഇതാണ് തെളിവ്. ഹറാമിലേക്ക് നയിക്കുമെന്ന പേടിയുണ്ടോ? തടഞ്ഞു വെക്കണം. നിങ്ങൾ ഇങ്ങനെ വക്കത്ത് പിടിച്ചിട്ട് എത്ര വിഷയങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ തനിച്ച ശിർക്കായി മാറിയത്. ഒരു കാലത്ത് കുണ്ടുള്ള ചെണ്ടയാണെങ്കിലേ കൊട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഫിഖിന്റെ മസാല പറഞ്ഞ് പൂരത്തിനും നേർച്ചക്കും ചെണ്ട കൊട്ടാൻ പഠിപ്പിച്ചു കൊടുത്തിപ്പോൾ എന്തായി? ഇപ്പോൾ കുണ്ടുള്ള ചെണ്ട എവിടെയുള്ളത് കാണുന്നില്ല. ബാൻഡ് മേളം, മസ്ജിദിന്റെ മുകളിൽ ബാൻഡ് മേളം. നഊദു ബില്ലാഹ്. ജനങ്ങൾ എത്തിപ്പെട്ട സ്ഥലം എവിടെയാണ് നോക്കുന്നത്? അന്ന് ഫിഖിന്റെ അക്കിതാബിൽ ഈ മസാല ഉണ്ട്, അങ്ങനെ മസാല ഉണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി? മുസ്ലിംമാർ മനുഷ്യർ കാണാൻ പറ്റാത്ത അവസ്ഥ. മസ്ജിദ്, അള്ളാഹുവിന്റെ ഭവനം, ഡാൻസ് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ ഇതിന്റെ മുകളിൽ ലൈറ്റ് ഇട്ടിട്ട് ജനങ്ങൾ തുള്ളാണ്. ഇത് ദീനാണിത്. ഏത് ദീനാണ് പഠിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ മസ്ജിദല്ലേ ഇത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതുപോലെ എത്ര മസ്ജിദിൽ എന്താ പറഞ്ഞിരുന്നത്? ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ ആരോടും എന്ത് തേടിയാലും കുഴപ്പമില്ല പറഞ്ഞു ഇപ്പം എന്തായി? ഇലാഹാണെന്ന വിശ്വാസം, അള്ളാഹു അല്ല എന്തൊക്കെ വിശ്വാസം ജനങ്ങൾക്കുള്ളത്? എന്തൊക്കെയാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചിലർ പറയുന്നത് CM ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ CM വിളിച്ചാൽ മതി മരിക്കുന്ന സമയത്ത്. നഊദു ബില്ലാഹ്. നമുക്ക് എവിടെ എത്തിയ ആളുകളെന്ന് നോക്കൂ. നിങ്ങൾ ഒരു ചാണ് തുറന്നു കൊടുത്താൽ ഇത് അടുത്ത വർഷങ്ങൾക്കപ്പുറത്തേക്ക് എത്താൻ പോകുന്നത് സുബ്ഹാനല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹ് എന്ന് പറയപ്പെടാത്ത ഒരു കാലം സമൂഹത്തിൽ വരും എന്ന് അവിടുന്ന് പറഞ്ഞത് എങ്ങനെ സംഭവിക്കും? ഈ പുരോഹിതന്മാരെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ തലഅ ഹാജിബു ശംസി ഫദഉ സ്വലാത ഹത്താ തബ്റുസ്. സൂര്യൻ അതിന്റെ തുമ്പ്, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ചക്രവാളത്തിൽ നിന്ന് പുറത്തേക്ക് പ്രകടമായി കഴിഞ്ഞാൽ ഫദഉ സ്വലാത ഹത്താ തബ്റുസ്. സൂര്യൻ ഉദിച്ചുയർന്നു വരുന്നത് വരെ, അത് പരിപൂർണമായി ഉദിച്ചു തീരുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കരുത്. നിസ്കാരം ഉപേക്ഷിക്കണം, ആ സമയത്ത് നിസ്കരിക്കരുത്. വഇദാ ഗാബ ഹാജിബു ശംസി ഫദഉ സ്വലാത ഹത്താ തഗീബ്. സൂര്യന്റെ ഒരു ഭാഗം മറഞ്ഞു തുടങ്ങിയാൽ, അതിന്റെ അടിയിലെ തുമ്പ് ചക്രവാളത്തിൽ മറഞ്ഞു തുടങ്ങിയാൽ ഫദഉ സ്വലാ, നിസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കണം. അത് അസ്തമിച്ചു തീരുന്നത് വരെ. സൂര്യോദയത്തിന്റെ സന്ദർഭത്തിലോ സൂര്യാസ്തമയത്തിന്റെ സന്ദർഭത്തിലോ നിസ്കാരം നിങ്ങൾ പ്രത്യേകമായി ഉദ്ദേശിച്ചു ചെയ്യരുത്. ആ സമയത്തേക്ക് പ്രത്യേകമായി ചെയ്യരുത്. എന്താണ് അതിന് കാരണം? സൂര്യൻ ഉദിച്ചുയരുന്നതും അസ്തമിക്കുന്നതും ആ സന്ദർഭത്തിൽ, ആ സമയത്തിൽ അത് പിശാചിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലാണ് അത് ഉദിക്കുന്നതും അത് അസ്തമിക്കുന്നതും. അതുകൊണ്ടാണ് ഈ ബഹുദൈവാരാധകർ, വിഗ്രഹാരാധകർ, അവർക്ക് ഈ സന്ദർഭത്തിൽ ആരാധനാ കർമ്മങ്ങളിൽ പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂര്യ നമസ്കാരം ഈ പറഞ്ഞതൊക്കെ ഈ സമയത്ത് നോക്കൂ. നിങ്ങൾ മുസ്ലിമായ ഏതെങ്കിലും ഒരാൾ നിസ്കരിക്കുമ്പോൾ സൂര്യൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. സൂര്യനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവും. അവരിൽ ഏതെങ്കിലും ഒരാൾ പിശാചിനെ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. അവരിൽ ഏതെങ്കിലും ഒരാൾ, പലർക്കും പിശാചിന്റെ കൊമ്പിനിടയിലാണ് ഇത് ഉദിക്കുന്നത് എന്ന കാര്യം അറിയുന്നുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ പലർക്കും മനസ്സിലാവുന്നില്ല. എന്നിരിക്കലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്കാരം വിലക്കാൻ. ഇതെന്തുകൊണ്ടാണ്? സദ്ദു ദരിഅ. മുശ്രിക്കീങ്ങളോട് നിങ്ങൾക്ക് സദൃശ്യം ഉണ്ടാകരുത്. അവർ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് സാദൃശ്യം വന്നു പോകരുത്. പ്രവർത്തനത്തിൽ പുറമേക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് സാദൃശ്യം ഉണ്ടാകരുത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ജനതയോട് സദൃശ്യരായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അത് ഹൃദയത്തിനുള്ളിലില്ലെങ്കിലും, ചില ആളുകൾ പറയും ഞാൻ ഇങ്ങനെ ധരിച്ചു, ഞാൻ ഈ വസ്ത്രം, എനിക്ക് അങ്ങനെ ഉദ്ദേശമില്ല. അങ്ങനെ ഉദ്ദേശമില്ലെങ്കിൽ പാടില്ല. ഉദ്ദേശം ഉണ്ടെങ്കിൽ കാര്യം വേറെ, ഉദ്ദേശമില്ലെങ്കിൽ പോലും പാടില്ല.